പ്രതിദിനം വരുന്ന പീഡന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വീട്ടിനകത്തും പുറത്തും സ്കൂളിലും ഓഫീസിലും എന്ന് വേണ്ട ഓടുന്ന ബസ്സിനകത്ത് പോലും നമ്മുടെ പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്നു. പലതും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും അർഹമായ ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിക്കുന്നില്ല. പലതിലും തെളിവുകളുടെ അഭാവമാണ് പറയപ്പെടുന്നത്. ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവം നേരിട്ട് പറയുമ്പോൾ അതിനെ വിശ്വാസത്തിലെടുക്കുകയേ നിവൃത്തിയുള്ളൂ. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ടെന്നാണ് പത്തനംതിട്ടയിലെ പോക്സോ കേസ് തെളിയിക്കുന്നത്. പീഡനത്തിനിരയായി എന്ന ആദ്യ മൊഴി മാറ്റുകയാണ് പെൺകുട്ടി. ഏതെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടലാണോ ഇതിന് കാരണമെന്ന് സംശയിക്കാം. പക്ഷേ ഇവിടെ അതല്ല. കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇടയായിട്ടില്ല എന്ന വൈദ്യപരിശോധനാ ഫലം. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ആണിനും പെണ്ണിനും മാനത്തിന് വിലയുണ്ട്. സുതാര്യമായ അന്വേഷണം വേണം. മരട് അനീഷും കൂട്ടാളികളും പിടിയിലായി. നെടുമ്പാശ്ശേരി പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നെടുമ്പാശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്പാകളിൽ ഗുണ്ടാപിരിവ് നടത്തിയതിലാണ് കസ്റ്റഡി. കൂട്ടാളികളായ അജിത്ത്, പ്രേംജിത്ത് എന്നിവരും പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്പാകളിൽ കയറിയിറങ്ങി, നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് സ്പാകളിൽ കയറിയിറങ്ങി കൃത്യമായി മാസപ്പടി വേണമെന്ന് ആവശ്യപ്പെടുകയും ആ പണം നൽകിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, സ്പാ പൂട്ടിക്കും, പല കേസുകളിൽ ഉൾപ്പെടുത്തും എന്നതുൾപ്പെടെയുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഭീഷണികളൊക്കെ ആയിരുന്നു നേരിടേണ്ടി വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി നെടുമ്പാശ്ശേരി പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മരട് അനീഷ്, അദ്ദേഹത്തിന്റെ കൂട്ടാളികളായിട്ടുള്ള പ്രേം, അജിത്ത് എന്നീ 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗത്യന്തരമില്ലാതെയാണ് ഈ സ്പാ നടത്തിപ്പുകാരൻ പരാതി നൽകുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നെടുമ്പാശ്ശേരി പോലീസ് മരട് അനീഷിനെ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വരും ദിവസങ്ങളിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ സ്പാ നടത്തിപ്പുകാരിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്തുന്നു എന്നതാണ് ഇവർക്കെതിരെയുള്ള പരാതി. പത്തനംതിട്ടയിലെ 13-കാരിയുടെ പീഡന പരാതിയിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങി പോലീസ്. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് കേസ് അവസാനിപ്പിക്കാൻ കൂടൽ പോലീസ് തീരുമാനിച്ചത്. ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മൊഴി നൽകിയതെന്നതടക്കം അന്വേഷണ വിധേയമാക്കും. അതേസമയം സംഭവത്തിൽ കസ്റ്റഡിയിലായവർ കൂടൽ പോലീസിനെതിരെ ഗുരുതരമായ പരാതിയുമായി രംഗത്തെത്തി. പോലീസ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഞങ്ങളുടെ കുട്ടികൾ അവിടെ നിന്ന് ഒച്ചത്തിൽ കരയുന്നത് നമുക്ക് കേൾക്കാം. എന്നിട്ട് പോലീസുകാർ പറയുന്നു, നിങ്ങൾ തെറ്റ് സമ്മതിച്ചാൽ നിങ്ങൾ പറ, നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാം. ഈ മാസം 3-ാം തീയതി രാത്രിയോടെയാണ് കൂടൽ SI ജയമോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം പോക്സോ കേസിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തത്. സ്കൂളിന്റെ പരിസരത്ത് വെച്ചും സമീപത്തുള്ള വീട്ടിൽ വെച്ചും പീഡിപ്പിക്കപ്പെട്ടു എന്ന 9-ാം ക്ലാസ്സുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സഹപാഠികൾ ഉൾപ്പെടെ 6 പേർ കസ്റ്റഡിയിലായത്. 2 FIR രജിസ്റ്റർ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞപ്പോഴാണ് കസ്റ്റഡിയിലുള്ളവരെ 4-ാം തീയതി വൈകിട്ട് 6 മണിയോടെ വിട്ടയച്ചത്. 4-ാം തീയതി ഉച്ചയ്ക്ക് നടത്തിയ വൈദ്യപരിശോധനയിലാണ് 13-കാരി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയത്. എന്നാൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ മുതൽ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ലെന്ന് തെളിയുന്നതുവരെ പോലീസ് ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് 9-ാം ക്ലാസ്സുകാരിയുടെ സഹപാഠികളുടെ രക്ഷിതാക്കൾ പറയുന്നത്. നിന്റെ അമ്മയുടെ ഉച്ചത്തിൽ സംസാരിച്ച് ചീത്ത വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഓരോന്ന് അവർ ചോദിച്ചത്. പോലീസുകാർ കുട്ടികൾ സങ്കടപ്പെട്ടെന്ന് തന്നെയല്ല, കുഞ്ഞുങ്ങൾക്ക് അതേപോലെ അവർക്ക് നമ്മളെ നോക്കിയിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കാരണം കണ്ണു നിറഞ്ഞ് വെള്ളം പോകും. അവരുടെ സങ്കടം വന്നിട്ടാണോ എന്തൊന്നും അറിയത്തില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന്. പ്രായപൂർത്തിയാകാത്ത 4 പേരെ കൂടാതെ കസ്റ്റഡിയിലായ 2 പേരിൽ 20-കാരന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ടും പോലീസ് കാലിന്റെ വെള്ളയിൽ ചൂരലുകൊണ്ട് അടിച്ചെന്നും ബൂട്ടിട്ട് വിരലിൽ ചവിട്ടിയെന്നും 20-കാരൻ പരാതിപ്പെട്ടു. കോട്ടേഴ്സ് കൊണ്ടുപോയിട്ട് എന്നെ അവിടെ തറയിരുത്തിയിട്ട് കാല് നേരെ ഇങ്ങനെ വെപ്പിച്ചിട്ട് ചൂരലുകൊണ്ട് അടിച്ചു. എന്നിട്ട് ഇത് എന്താണ് സത്യം പറ, കാലിൻ്റെ വെള്ളയ്ക്ക് എന്നിട്ട് എണീപ്പിച്ച് നിർത്തിയായിരുന്നു. എണീപ്പിച്ചെടുത്തിട്ട് കാലിൽ ബൂട്ടിട്ട് ചവിട്ടി, എന്നിട്ട് ചെവിയിൽ പിടിച്ച് തിരിച്ചു, എന്നിട്ട് മുടിയിലും പിടിച്ച് വലിച്ചു. ഇവിടെ ഭയങ്കര വേദനയായിരുന്നല്ലേ സാറേ. അവന് ഇതുപോലെ ബൈപ്പാസ് പോലൊരു സർജറി കഴിഞ്ഞതാ. ഒത്തിരി ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും അവന് പറ്റത്തില്ല.
ഇവനെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് വിട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൻ പറയുന്നത് ഇവനെ മർദ്ദിച്ചായിരുന്നു, കാലിലെ പാടും ചെവിയിലെ പാടെല്ലാം കാണിച്ചത്. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അവന് തീരെ വയ്യ. കുറ്റം സമ്മതിപ്പിക്കാനുള്ള പോലീസിന്റെ ക്രൂര പീഡനത്തിന് ഇരയായതിൽ 20-കാരന്റെ കുടുംബം ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. ഇവരുടെ പരാതി പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. മർദ്ദനവീരന്മാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെൺകുട്ടിയുടെ പീഡന പരാതി വിശദമായി അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി. ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മൊഴി പോലീസിന് നൽകിയത് എന്നതിലടക്കം അന്വേഷിക്കാനാണ് നിർദ്ദേശം. നിലവിൽ 13-കാരി ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ്. ബിഗ് TV പത്തനംതിട്ട. 8 വയസ്സുകാരിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ 56 വയസ്സുകാരന് 42 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പെരുവണ്ണാമൊഴി സ്വദേശി ചന്ദ്രനെയാണ് നാദാപുരം പോക്സോ കോടതി കഠിന തടവിന് ശിക്ഷിച്ചത്. 2024 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. പെരുവണ്ണാമൊഴിയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയെയാണ് നാദാപുരം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2024 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൂത്താളി ജില്ലാ കൃഷി ഫാമിലെ ജീവനക്കാരനായ പെരുവണ്ണാമൊഴി ചന്ദ്രനാണ് ക്രൂരകൃത്യം നടത്തിയത്. പ്രതിയുടെ പേരക്കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്ന കുട്ടിയെ പ്രതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ഉപദ്രവിച്ചത്. പിറ്റേന്ന് കുട്ടി സ്കൂൾ ഹെഡ്മാസ്റ്ററെ വിവരമറിയിച്ചു. തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം നൽകി. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 18 സാക്ഷികളെ വിസ്തരിച്ചു. 26 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതിഭാഗത്തു നിന്ന് 3 സാക്ഷികളെയും കേസിൽ വിസ്തരിച്ചു. പ്രതിക്ക് 42 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് നാദാപുരം പോക്സോ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പ്രതി ചെയ്ത കുറ്റകൃത്യം കുട്ടി ഹെഡ്മാസ്റ്ററെ അറിയിക്കുകയും ഹെഡ്മാസ്റ്റർ പെരുവണ്ണാമൊഴി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഹീനകൃത്യത്തെക്കുറിച്ച് പുറം ലോകം അറിയാനിടയായത്. പെരുവണ്ണാമൊഴി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ അരുൺ പി ദാസ്, CPO ലിസ്ന എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ബിഗ് TV കോഴിക്കോട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 22-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ പിടിയിലായി. ആലുനിന്നക്കുഴി സ്വദേശി ബിജു, മക്കളായ അമ്പാടി, മിഥുൻ, അമ്പാടിയുടെ സുഹൃത്ത് എന്നിവരാണ് പിടിയിലായത്. ബൈക്ക് റേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അതേസമയം മരിച്ച മനുവിന്റെ സുഹൃത്തുക്കൾ പ്രതി മിഥുന്റെ ബൈക്ക് കത്തിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെ നെയ്യാറ്റിൻകര ആലുനിന്നക്കുഴിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ബിജുവിന്റെ മകനെ കാണാനെത്തിയ സുഹൃത്ത് വീടിന് മുന്നിൽ ബൈക്ക് റേസ് ചെയ്തതാണ് തർക്കങ്ങൾക്ക് തുടക്കം. ഇത് മനു ചോദ്യം ചെയ്തു. തുടർന്ന് തർക്കമായി. ബിജുവിന്റെ മക്കൾ കൂടി എത്തിയതോടെ പരസ്പരം തമ്മിൽ തല്ലായി. എല്ലാവരും മദ്യലഹരിയിലായിരുന്നു. ഇതിനിടയിലാണ് മനുവിന് കുത്തേറ്റത്. വേഗം തന്നെ മനുവിനെ നെയ്യാറ്റിൻകരയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ മനുവിനെ കാണാനെത്തിയ സുഹൃത്തുക്കളും ബിജുവിന്റെ സുഹൃത്തുക്കളും തമ്മിൽ ആശുപത്രി മുറ്റത്ത് വെച്ചും സംഘർഷമുണ്ടായി. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരനും പരിക്കേറ്റു. പിന്നീട് നെയ്യാറ്റിൻകര പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. മരിച്ച മനുവിന് 22 വയസ്സ് മാത്രമാണ് പ്രായം. സംഭവത്തിൽ ആലുനിന്നക്കുഴി സ്വദേശി ബിജു, മക്കളായ അമ്പാടി, മിഥുൻ, അമ്പാടിയുടെ സുഹൃത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലുള്ള മനുവിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബിഗ് TV തിരുവനന്തപുരം. കോട്ടയത്ത് കമ്പി വടികൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വൈക്കം ചെമ്പ് സ്വദേശി വിനീഷാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പാട്ടുപാടിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സഹോദരങ്ങളായ ബിജു, ബിന്ദു എന്നിവരാണ് വിനീഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ മെയ് 18-നായിരുന്നു ആക്രമണം. പാട്ടുപാടിയതിൽ വിനീഷുമായി ആദ്യം തർക്കമുണ്ടായി. അവിടെ നിന്ന് മടങ്ങിയ ബിജുവും ബിന്ദുവും പിന്നീട് ഇരുമ്പുവടിയുമായി തിരിച്ചെത്തി വിനീഷിനെ ക്രൂരമായി ആക്രമിച്ചു. ദേഹമാസകലം അടിയേറ്റ വിനീഷ് ശബ്ദമുണ്ടാക്കിയതോടെ നാട്ടുകാർ ഓടിക്കൂടി. അതിനിടയിൽ തലയിലും ഗുരുതരമായി അടിയേറ്റു. തലയോട്ടി തകർന്നു.
അബോധാവസ്ഥയിലായ വിനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില വഷളായി. ഒടുവിൽ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതികളെ വൈക്കം പോലീസ് പിടികൂടിയിരുന്നു. വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ കൊലപാതക കുറ്റവും ചുമത്തിയിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയാണ് ബിജു. കൊലയ്ക്ക് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബിഗ് ടിവി, കോട്ടയം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾക്ക് തുടക്കമായി. കോടതിയിൽ ഹാജരായ 16 പ്രതികളെയും കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. വിചാരണ തീയതി 24-ന് തീരുമാനിക്കും. അഭിമന്യു കൊല്ലപ്പെട്ട് ഇന്നേക്ക് 8 വർഷവും 4 ദിവസവും പിന്നിടുമ്പോഴാണ് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. മാസ്കും തൊപ്പിയും ധരിച്ച് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പെടാതിരിക്കാൻ പ്രതികൾ പരമാവധി ശ്രമിച്ചു. കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറിയപ്പോൾ മാത്രമാണ് പ്രതികൾ മുഖം വെളിപ്പെടുത്തിയത്. 8 വർഷം മുൻപ് പിടിയിലായപ്പോഴുള്ള രൂപത്തിലല്ല പലരും എത്തിയത്. വിചാരണയിലേക്ക് കടക്കുമ്പോൾ സാക്ഷികൾ പ്രതികളെ തിരിച്ചറിയുന്നതിലടക്കം ഈ ഘടകങ്ങൾ നിർണായകമാകും. ഇത് മനസ്സിലാക്കിയാണ് പ്രതികളുടെ തന്ത്രങ്ങൾ. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ല എന്ന് 16 പ്രതികളും ഒരേ സ്വരത്തിൽ മറുപടി നൽകി. കൊലപാതകം, ഗൂഢാലോചന അടക്കം 8 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസ് ഈ മാസം 24-ന് വീണ്ടും പരിഗണിക്കും. 5 വർഷം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിവിധ കാരണങ്ങളാൽ വിചാരണ നീണ്ടുപോവുകയായിരുന്നു. അഭിമന്യുവിന്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കിയ പ്രതി സഹലിനെ പിടികൂടാൻ വൈകിയത് തിരിച്ചടിയായി. പോലീസിന് കണ്ടെത്താൻ കഴിയാതിരുന്ന പ്രതി 2 വർഷങ്ങൾക്ക് ശേഷം കോടതിയിലാണ് കീഴടങ്ങിയത്. 2019-ൽ പ്രാഥമിക വിചാരണ ആരംഭിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് മുഴുവൻ പ്രതികളെയും ഹാജരാക്കാനായില്ല. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കുറ്റപത്രവും അനുബന്ധ രേഖകൾ കാണാതായതും വിവാദമായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രേഖകൾ പുനർനിർമ്മിച്ചാണ് നിലവിൽ വിചാരണയിലേക്ക് കടക്കുന്നത്. 125 സാക്ഷികളാണ് കേസിലുള്ളത്. 2018 ജൂലൈ 2-ന് മഹാരാജാസ് കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിനിടെ വർഗീയത തൊലയട്ടെ എന്നെഴുതിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ബിഗ് ടിവി, കൊച്ചി. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രമുഖ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ച പനങ്ങാട് സ്വദേശി സിന്ധു തട്ടിപ്പിൽ കുപ്രസിദ്ധയെന്ന് പോലീസ്. ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇവർ പ്രതിയാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുമായി സൗഹൃദമുണ്ടാക്കുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക, അങ്ങനെ ചതിക്ക് കളമൊരുക്കുക. ഇതായിരുന്നു സിന്ധുവിന്റെ പതിവ് രീതി. ഇതുതന്നെയാണ് വെങ്ങാനൂർ സ്വദേശികളായ യുവതികളുടെ കാര്യത്തിലും സിന്ധു എടുത്തത്. വെങ്ങാനൂർ സ്വദേശി അഞ്ജു, ഐശ്വര്യ, ഇവർ രണ്ടുപേരുടെയും വിശ്വാസം നേടിയെടുത്ത സിന്ധു ആദ്യപടിയായി കുറച്ച് സ്വർണം വാങ്ങി മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ പണയത്തിന് വെച്ചു. ഇരുവരും നൽകിയത് ഇവരുടെ സ്ഥാപനത്തിൽ നാട്ടുകാർ പണയത്തിന് വെച്ച സ്വർണമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ സിന്ധു ഈ സ്വർണം തിരികെ ഇവർക്ക് നൽകി. ഒപ്പം വലിയൊരു തുക കമ്മീഷനും. ഇതോടെയാണ് ഈ സാധ്യത കൊള്ളാമെന്ന് രണ്ടുപേർക്കും തോന്നുന്നത്. ഇതിനിടെ സിന്ധു ഇതിന്റെ അനന്ത സാധ്യതകളും പണം വരാനുള്ള വഴികളുമൊക്കെ ഇവർക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. ഇതിനുശേഷം സ്ഥാപനത്തിൽ നിന്നും ആദ്യം 20 പവൻ, പിന്നെ 50 പവൻ. ഈ പവനുകളെല്ലാം കൃത്യമായി കൊടുത്തത് സിന്ധുവിനാണ്. പോലീസ് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. സിന്ധു അത് മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് കൂടുതൽ പണം നേടി. ഈ പണത്തിൽ വലിയൊരു തുക ഇവർക്ക് കമ്മീഷനായി നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേയുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഈ പോലീസ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത്. $70 പവന്റെ യഥാർത്ഥ ഉടമസ്ഥൻ സ്വർണത്തിനായി ബാങ്കിലെത്തുന്നതോടെയാണ് കള്ളി പുറത്തറിയുന്നത്. പരിശോധിച്ചപ്പോൾ സ്വർണമില്ല. വീണ്ടും മാനേജർ പരിശോധിച്ച് ഇല്ലെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ഒരു ഓഡിറ്റിംഗ് നടത്തി. അതിലും
പണമില്ലെന്ന് ഉറപ്പു വന്നതോടെയാണ് സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമായത്. സ്ഥിതിഗതികൾ വഷളാകുന്നു എന്ന് കണ്ടതോടെ ഇരുവരും സിന്ധുവിനെ സമീപിച്ചു. 70 പവൻ തിരികെ നൽകണം. സിന്ധു കൈമലർത്തി. സ്വർണം വിറ്റുവെന്നായിരുന്നു പ്രതികരണം. ഇതോടെ ഇവർ രണ്ടുപേരും തകർന്നു പോയി. ഇതിനിടയിൽ മാനേജരും സ്വർണ്ണ ഉടമയും പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങി. ഇതോടെ എല്ലാം തകർന്നുവെന്ന് മനസ്സിലാക്കിയവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇവർ സിന്ധുവിന് അവസാനം ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. പോലീസ് കണ്ടെത്തിയ സന്ദേശമാണിത്. ഞങ്ങൾ മരിക്കുകയാണ്. മരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കുഞ്ഞുങ്ങൾക്കൊപ്പം ജീവിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ജീവനൊടുക്കാതെ മറ്റ് നിവൃത്തിയില്ല. നിങ്ങൾ സന്തോഷമായി ജീവിച്ചുകൊള്ളൂ. ഇതായിരുന്നു അവസാന സന്ദേശം. വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ കണ്ട രണ്ടുപേരെയും ബന്ധുക്കൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സിന്ധുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം, സ്വർണ്ണപ്പണയമെടുത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തൽ, ഇത്തരത്തിലുള്ള ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് സിന്ധുവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കും മുമ്പ് സിന്ധുവിനെ വിശദമായി ചോദ്യം ചെയ്തു അന്വേഷണ സംഘം. ഇതോടെയാണ് ഇവരൊരു ചെറുമീനല്ല എന്ന കാര്യം പോലീസിന് വ്യക്തമാകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിനിടെ ചിലർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമുണ്ട്. സ്ത്രീകളെ കബളിപ്പിച്ച് പണം കവരുക, സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, ഇത്തരത്തിലുള്ളതാണ് ഇവയിൽ മിക്ക കേസുകളും. ഇവർക്ക് പിന്നിൽ ഈ തട്ടിപ്പിനെ ആസൂത്രണം ചെയ്യുന്ന മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇങ്ങനെ കിട്ടുന്ന പണം ഇവർ എന്താണ് ചെയ്യുന്നത്? 70 പവൻ എവിടെ വിറ്റു? അത് വീണ്ടെടുക്കാനാകുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ അവരെ വിശദമായി ചോദ്യം ചെയ്യണം. ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് ഒരുങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് വടകരയിൽ ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിലായി. മലപ്പുറം അരീക്കോട് സ്വദേശിയായ മുസ്തഫയാണ് പിടിയിലായത്. ആഴ്ചയിൽ 250 രൂപ നിരക്കിൽ പ്രതിമാസം 1000 രൂപ അടയ്ക്കാനായിരുന്നു നിർദ്ദേശം. 20 മാസം പണമടച്ചിട്ടും ഫർണിച്ചർ കിട്ടാതായതോടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. വടകര പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വടകര മാക്കുൽപീടിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച റോയൽ ഫർണിച്ചർ എന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. ആഴ്ചയിൽ 250 രൂപ വീതം മാസം 1000 രൂപയായി 20 മാസം അടച്ചാൽ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഫർണിച്ചറോ ഇലക്ട്രിക് ഉപകരണങ്ങളോ ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് നറുക്ക് ലഭിച്ചാൽ തുടർന്ന് ഗഡുക്കൾ അടയ്ക്കേണ്ടതില്ലെന്നും സമ്മാനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുമെന്നുമായിരുന്നു ഇവരുടെ വാഗ്ദാനം. ഇങ്ങനെയാണ് ഇവർ പണം ശേഖരിച്ചത്. ജീവനക്കാരുടെ വീടുകളിലെത്തി ഓരോ മാസവും പണം പിരിച്ചിരുന്നു. 20 മാസം പണം അടച്ചിട്ടും വാഗ്ദാനം ചെയ്ത സാധനങ്ങൾ ലഭിക്കാതിരുന്നതോടെ പലരും സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് ഓഫീസ് പൂട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നിരവധി പേർ വടകര പോലീസിൽ പരാതി നൽകി. 100-ലധികം പേരാണ് ഇതുവരെ പരാതി നൽകിയിരിക്കുന്നത്. തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ, പണം കൈമാറിയ അക്കൗണ്ടുകൾ, സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ മുസ്തഫയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുസ്തഫയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ബിഗ് TV കോഴിക്കോട്. കോഴിക്കോട് വടകരയിലെ കടനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിക്ഷേപകർ ആശങ്കയിൽ. നിക്ഷേപിച്ച പണം എങ്ങനെ തിരികെ ലഭിക്കുമെന്നറിയാതെ നിൽക്കുന്ന നിരവധി കുടുംബങ്ങളാണുള്ളത്. സൊസൈറ്റി ഭാരവാഹികളുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് നിക്ഷേപകരായ അൻവർ ഹുസൈൻ ബിഗ് TVയോട് പറഞ്ഞു. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ പണം നിക്ഷേപിച്ച 94 കുടുംബങ്ങളും ആശങ്കയിലാണ്.
നിക്ഷേപിച്ച തുക ആര് തിരികെ നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും മറുപടി പറയുന്നില്ല. കേസ് നൽകിയ സ്ഥിതിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ടെങ്കിലും അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നത്. പരാതി നൽകി 40 ദിവസത്തിന് ശേഷമാണ് ആദ്യ അറസ്റ്റ് നടന്നത്. പണം തിരികെ ലഭിക്കാൻ സൊസൈറ്റി ഭാരവാഹികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും നിക്ഷേപകൻ അൻവർ ഹുസൈൻ ബിഗ് ടിവിയോട് പറഞ്ഞു. 2024 സുപ്രീം കോടതിൻ്റെ ഒരു വിധിയുണ്ട്. ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ പണമിടപാട് സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടിയിട്ട് ഇരകൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. നമുക്ക് നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടുന്നതാണ്. കേസിലെ പ്രധാന പ്രതിയും സൊസൈറ്റിയുടെ മുൻ ഡയറക്ടറുമായ റിനീഷിനെ കണ്ടെത്താൻ ജില്ലാ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ സെക്രട്ടറി സുധീർ കുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും. വ്യാജ കരാറുകൾ ചമച്ച കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2.16 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പരാതിയുമായി നിക്ഷേപകർ രംഗത്തിറങ്ങിയത്. ബിഗ് ടിവി കോഴിക്കോട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ടൗണിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. വിൽപ്പനയ്ക്കായി വെച്ച 4 മൊബൈൽ ഫോണുകൾ മോഷണം പോയി. 50,000-ലധികം രൂപ വിലമതിക്കുന്ന ഫോണുകളാണ് മോഷണം പോയത്. കടയിലെ CCTVയുടെ കണക്ഷൻ വിച്ഛേദിച്ച ശേഷമാണ് മോഷ്ടാവ് കടയ്ക്കകത്ത് പ്രവേശിച്ചത്. മണ്ണാർക്കാട് കോടതിപ്പടിയിലെ ഐബറി മൊബൈൽ ഷോപ്പിൽ ഇന്നലെ രാത്രിയോടെയാണ് മോഷണം നടന്നത്. മൊബൈൽ ഷോപ്പിന്റെ പിൻവശത്തെ ചുമർ കുത്തിപ്പൊളിച്ച് വലിയ ദ്വാരമുണ്ടാക്കി അകത്തുകടന്നാണ് മോഷണം. ഷോപ്പിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന പുതിയൊരു മൊബൈൽ ഫോണും 3 സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളുമാണ് മോഷണം പോയതെന്ന് കടയുടമ ഫാരിസ് പറഞ്ഞു. മണ്ണാർക്കാട് ചിറക്കൽപ്പടി സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. ടൗണിൽ ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഷോപ്പിന്റെ പിൻഭാഗത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യത്തിനായി സാധനങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന് പിക്കാസ് എടുത്താണ് ചുമർ പൊളിച്ചത്. സ്ഥാപനത്തിലെ CCTVയുടെ കണക്ഷൻ വേർപെടുത്തിയ നിലയിലാണ്. മണ്ണാർക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ബിഗ് ടിവി പാലക്കാട്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന പരാതിയിൽ യുവാവിന്റെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉത്തരവ്. കണ്ണൂർ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുക്കാനാണ് തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ബംഗളൂരുവിലെ സർക്കാർ ആശുപത്രിയിൽ പൈൽസ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയായിരുന്നു ഷാനവാസ് മരിച്ചത്. മാർച്ച് 15-നാണ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ബംഗളൂരുവിലെ വീട്ടിൽ വെച്ച് രക്തം വാർന്ന് ഷാനവാസ് മരിച്ചത്. ബംഗളൂരു വിക്ടോറിയ സർക്കാർ ആശുപത്രിയിൽ പൈൽസ് ശസ്ത്രക്രിയ നടത്തിയതിന്റെ ഗുരുതര പിഴവ് പറ്റിയെന്നും അതാണ് മരണകാരണമെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. MBBS വിദ്യാർത്ഥികളെ കൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ആശുപത്രി അവഗണിച്ചെന്നുമാണ് പരാതി. ஆப்ரேஷன் தியேட்டரில் பண்ணுற சர்ஜரியை படுத்திருக்கிற வார்டில் பெட்டில் சர்ஜரி பண்ணுறாங்க. எங்கள் அப்பா கையில் மொபைல் டார்ச் கொடுத்து அது மூலியமாக அதில் ஒரு லைட்டு ஃபெசிலிட்டி இருக்கிறதில்ல, எதுவுமே இல்லை. ரொம்ப கேர்லெஸ். அவங்க டாக்டர்ஸு ரொம்ப கேர்லெஸ் பண்ணுறாங்க. அவங்க ஓப்பன் சர்ஜரி பண்ணி வீட்டுக்கு அனுப்புனால தான் இதுமாரி ரத்தம் போய் இறந்துது. அதனால அவங்க மூலியமா எங்களுக்கு 4 പശുക്കൾക്ക് മരണശേഷവും പോലീസും ആശുപത്രി അധികൃതരും പരാതി പരിഗണിച്ചില്ല. എന്നാൽ കോടതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെ ബംഗളൂരു VV-പുരം പോലീസ് ഇരുവേരിയിലെ ഖബർ തുറക്കാൻ അനുമതി തേടി. നാളെ രാവിലെ 7-ന് ഖബർ തുറന്ന് പുറത്തെടുക്കുന്ന മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ബിഗ് ടിവി കണ്ണൂർ. വയോധികന്റെ മരണത്തിലെ ദുരൂഹതയിൽ മകൻ അറസ്റ്റിൽ. ഫോർട്ട് കൊച്ചി സെന്റ് ജോൺസ് പാട്ടം മിനി കോളനിയിൽ കുരിശിങ്കൽ വീട്ടിൽ ഫ്രാൻസിസ് ജോർജിന്റെ മരണത്തിലാണ് ദുരൂഹതയുള്ളത്. ഇന്നലെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് ഫ്രാൻസിസ് ജോർജ് മരിച്ചത്. ഫ്രാൻസിസും മകൻ നിഖിലും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാവുകയും പിതാവിനെ നിഖിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഫ്രാൻസിസിന് വഴിയിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചികിത്സയ്ക്കിടെയായിരുന്നു മരണം. പോസ്റ്റ്മോർട്ടത്തിൽ ഫ്രാൻസിസിന്റെ വാരിയെല്ലുകൾ തകർന്നതായി കണ്ടെത്തി. തുടർന്നാണ് മകനെ അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ അന്വേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്.
ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ബിഗ് റൗണ്ട് അപ്പിൽ രേണു ജോസഫ്.